അനുവിനെ പറ്റി ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഷാനവാസ് ജിസേലിൻ്റെ അടുത്ത് ഇപ്പോൾ ലൈവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുമോൾ എന്നെ ചതിക്കുമായിരുന്നു, അവൾ എന്നെ യൂസ് ചെയ്യുമായിരുന്നു, അവൾ ഇന്നേ വരെ എൻ്റെ അടുത്തൊരു സോറിയോ ഒരു താങ്ക് യു ഒന്നും പറഞ്ഞിട്ടില്ല. അവൾക്ക് വേണ്ടി ഞാനിവിടെ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അവൾക്ക് വേണ്ടി ഞാൻ കൺഫെഷൻ റൂമിൽ പോയി മോശക്കാരനായി, ബിഗ് ബോസിൻ്റെ മുന്നിൽ ഞാനൊരു പ്രശ്നക്കാരനായി. എന്നിട്ടും അവൾ എൻ്റെ അടുത്ത് ഒരു ആശ്വാസവാക്കോ ഒരു സോറിയോ ഒരു താങ്ക് യു ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അവൾക്ക് എല്ലാവരും അവൾക്കെതിരെ നിന്ന സമയത്ത് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തവരാണ്. ഇപ്പോൾ പുറത്ത് അവൾക്ക് സപ്പോർട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കുറേ പേര് മറുകണ്ഠം ചാടി ഇപ്പോൾ അവളുടെ കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇനി ഞാൻ നിൽക്കില്ല, കാരണം എന്നെ അവൾ ഓൾറെഡി ചതിച്ചതാണ്. എന്നെ അവൾ യൂസ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. അനുമോളുടെ കൂടെ ഇപ്പോൾ നിലവിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് എനിക്കാണ്. കാരണം അവളെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തത് ഞാനാണ്. പുറത്ത് അവൾക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ കൂടെ നിന്നാൽ എനിക്ക് കുറച്ച് സപ്പോർട്ടൊക്കെ കിട്ടും. പക്ഷേ ഞാൻ നിൽക്കില്ല, കാരണം അവളെന്നെ ചതിച്ചു. ഇനി ഞാൻ ഒരു കാരണവശാലും നിൽക്കില്ല. അന്ന് ലാലേട്ടൻ വന്ന സമയത്ത് ഇവിടെ ഉള്ള ആണുങ്ങളെല്ലാം മൊണ്ണകളാണ്, ജിസേലിൻ്റെ പുറകെ നടക്കുന്നവരാണ് എന്ന് പറഞ്ഞു. അന്ന് അഭിലാഷിനെ മാത്രം അവൾ സേഫാക്കി. ഞാൻ ഉൾപ്പെടെയുള്ളവരെ അവൾ മൊണ്ണകൾ എന്നാണ് വിളിച്ചത്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം അക്ബറായിട്ടൊരു വിഷയം ഉണ്ടായ സമയത്ത് അവൾക്ക് വേണ്ടിയാണ് ഞാൻ അക്ബറിൻ്റെ അടുത്ത് വന്ന് പ്രശ്നമുണ്ടാക്കിയത്. അവൾ അറിഞ്ഞുകൊണ്ടല്ല ഷൂ എറിഞ്ഞത്, അറിയാതെയാണ് എന്ന് പറഞ്ഞ് അക്ബറിൻ്റെ അടുത്ത് ഞാൻ വിഷയമുണ്ടാക്കി. അന്ന് കൺഫെഷൻ റൂമിൽ പോയി നാണം കിട്ടു, അന്ന് ബിഗ് ബോസിൻ്റെ മുന്നിൽ പോയി നാണം കിട്ടു. അത് കഴിഞ്ഞിട്ട് അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ആശ്വാസവാക്കോ ഒരു സോറിയോ, എനിക്ക് വേണ്ടിയല്ലേ പ്രശ്നമുണ്ടാക്കിയ സോറിക്ക എന്നൊന്നും ഒന്നും പറഞ്ഞില്ല. ഒരു ആശ്വാസവാക്കോ ഒരു സോറിയോ ഒരു താങ്ക് യു ഒന്നും തന്നെ അവൾ പറഞ്ഞിട്ടില്ല. അവൾ ശരിക്കും എന്നെ യൂസ് ചെയ്യുമായിരുന്നു എന്ന് ഷാനവാസ് ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി എന്തായാലും അനുമോളെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഷാനവാസ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.